എന്ന ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. നാടകം ആട്. അല്ല, കുതിരയല്ല, സിംഹം തന്നെയായിരുന്നു. വീടിന്റെ ചുറ്റിന് ചോര. നിന്റെ വീടല്ലേ, ഒന്ന് തൊട്ടൂടെ? ചോര പതക്കിട് ചുറ്റി കളിക്കുന്ന ചോര നമ്മളെ കൊണ്ടിട്ട് വീഴി പൂതി അടക്കാൻ പറ്റില്ല. ഞമ്മക്ക് കുളിരുണ്ട്.
ചിരിക്കല്ലേ ബീവി ചിരിക്കണ ചുണ്ടും ചിരിക്കണ വാളും അത് ബാക്കി കിട്ടൂലേ കുന്നപ്പൂവേ നമ്മളങ്ങോട്ട് വരട്ടെ നിന്നെ വയ്ക്കാനും മൊയിലാനെ തല്ലിക്കൊന്നാലും വേണ്ട അന്നെ അന്ന് നമ്മളെ പോകും മുസാഫിറേ മുസാഫിറേ ഇന്നലെ മൊയിലാനെ വന്നപ്പോഴും ഇന്നലെ മഴയുണ്ട് നീ ഒന്നുകൂടി വെളുപ്പിക്കുന്നു എന്നാ വീണ്ടും ചിരി ഒന്നുകൂടി നന്നായിക്കണേ ബീവിന്റെ പള്ളവില് ഒരു കാക്കാൻ വേണ്ടി ഉണ്ടല്ലോ ഇന്നലെ വൈകുന്നേരം ബീവി വിളിക്കുമ്പോ അല്ലേ ബീവി അല്ലേ നമ്മളൊന്നും കണ്ടില്ല ഒന്നും ബീവി ബീവി ഇന്നലെ വൈകുന്നേരം മഴ കയറിയപ്പോഴേ നമ്മൾ ലേശം ഉറങ്ങിപ്പോയി അന്നേരം നമ്മൾ സൈന്യമാനത്തിന് അങ്ങോട്ട് നമ്മളോട് മനസ്സായിപ്പൊരി ഒഴിച്ച് അല്ലേ ബീവി അല്ലേ അയാളറിഞ്ഞ നമ്മളെ കൊല്ലും സഫ്രനിക്കിനാവ് കാണുക സൈന്യബാന്ധ രൂപ പിടിക്കണം സഫ്രനിക്കിനാവ് കാണൂല ബീവി പോയിക്കോ അഞ്ചാടികളിലെ സഫ്രന്റെ കിനാക്കത്ത് ദൂരെ പോയിക്കോ ഈ പൊയേന്റെയും തലേന്റെയും കൈവാരത്തിനപ്പുറത്ത് ഒരു ദുനിയാവുണ്ട് ഞാൻ അങ്ങോട്ട് വയ്ക്കോ ഞാൻ അങ്ങോട്ട് വയ്ക്കോ എന്താ ചിരിക്കണേ കിനാവാണെങ്കിൽ ബീവി വന്നു നമ്മള് കാണാൻ തിരിച്ച് അതിനിപ്പെന്തേ ഒരാടല്ലേ നമ്മളെ കാട് വിവരണ്ടാവല്ലോ നാളെ വിട്ടേക്ക് ഓ ശരി അനുസരിക്കാം നാളെ ദൂരണ്ട് എന്ന് പറഞ്ഞാലോ ദൂരാണ്ട് കുത്തിരിക്കലാണ് അതുപോലെ തന്നെയല്ലേ അത് കണ്ടെന്ന് പറഞ്ഞാ ഇതിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല കൽവിന്റെ ഉള്ളില് ഒത്തിരി കത്തണതല്ലേ
മാറ്റിക്കോ അശു. എന്റെ മോറ് വരച്ച തുണിയും കെട്ടി മാറ്റിക്കോ. എന്റെ മകം ഞങ്ങളൊന്ന് കാണട്ടെ ആദ്യായിട്ട്. പഠിച്ചോനെ മലയാളിന്റെ കബറ് നമുക്ക് പൂങ്കാവനാക്കി കൊടുക്കണേ. മലയാളിക്ക് ഇഹലോകത്തും പരലോകത്തും മറക്കെട്ടി കൊടുക്കണേ. കാര്യം മലയാളി ഇതിലടക്കാം. അത് നല്ലവരാ. സൈബാക്കി വരും. അതിന് കാണാൻ ആവശ്യം നമുക്ക് കൊടുക്കുന്നില്ല. കാണാൻ കൂടി നമ്മള് പോയില്ല. അറിയോ എല്ലാം ഉമ്മി താത്തി കുടുംബക്കാരും ഒക്കെ അറിയണ. സോറി നമ്മള് ചിരിക്കണ്. ഇയാൾ സത്യം വീണ്ടും പറ്റിയും ഞങ്ങൾ കണ്ട് ചിരിച്ചിട്ടില്ല. ഈ തായ്വാരം മുഴുവനും പൂക്കൾ തിരിയണം. അല്ല ഐശു ഒരാടിന്റെ ചൂര് സഹിക്കാൻ പറ്റില്ല. സങ്കടമായോ? കുളിക്കാത്തോണ്ടല്ലേ നിങ്ങൾക്ക് ചൂര്? ചളി കേൾക്കാനും ഊലാശി നാറ്റം ജനിച്ചിപ്പോഴേണ്ടതാ. വാപ്പാക്കും നമ്മുടെ വാപ്പാക്കും കഥയുമാണ് വരുന്നത്. അവരൊക്കെ നമ്മളെ പോലെ തന്നെയുണ്ട് അന്നത്തെ നമ്മുടെ വാപ്പാര്. ചെമ്മരിയാണെന്റെ കുളിച്ചിട്ട് വരും. ഇന്ന് നമ്മുടെ പിന്നെന്താ സക്കായ ബിരിയാണി കിട്ടുമോ? കുളിച്ചിട്ട് വരും. കുളിച്ചിട്ട് വരും. നമ്മളെ കുട്ടിയുടെ തീരേക്ക് പുതുമഴ വന്ന് പെയ്യുമ്പോ നാട്ടിന്റെ മഴയിലെ തെങ്ങുകൾ തായ്മാരത്തെ പോയി കഴിയും ആട്ടുകുട്ടികൾ കളിച്ചു വിട്ടിട്ടുണ്ടാവില്ലേ മറ്റുള്ള പിടിച്ച് പിടിക്കാൻ കാവലിന് പോയി നേരെ വെളുക്കോളം കാവലിരിക്കാൻ നമ്മൾ പറഞ്ഞിട്ട്
എന്തിനാ ഈ കരയുടെ സൈലമാനെ നിൽക്കാൻ കഴിച്ച രാത്രി ഇതുപോലെ നിൽക്കാനെങ്കിലേ അന്നും ഈ കാവലിന് പോയില്ലേ? നീരടെ സഞ്ചാരം കിട്ടണം. ചോര വാർത്ത് പോടും നീ നമ്മളെ പേടിപ്പിക്കല്ലേ? വൈദ്യുതി വിളിക്കാം, വൈദ്യുതി വിളിക്കാം. പഠിക്കോട്ടെ ബാക്കിയുടെ ഒരുപാട് തീറ്റിക്കാൻ പോവാ. അവസാനിക്കരുത്. ആ പോരാളിന്റെ മാർഗപ്പടിയില അതിനെത്ര കെട്ടു പോവാണ്. എനിക്ക് അറിയില്ല. തമ്പുരാനെ
ഭാര്യമാരുണ്ടായി. ഇതെന്താ പെണ്ണിന്റെ ചൂരം തന്നിരിഞ്ഞോ? പോട്ടെ, പെണ്ണെ തന്നിരിഞ്ഞോ? സാറിന് 3 ഭാര്യമാരുണ്ടായി. 1 പോയി, 2 പോയി. നോക്കിക്കോ, ഈ മഴക്കാലത്ത് 3-ാം ബി പോവും, പിന്നെ 4-ാം ബി വരും. 6, 7, സമയം കിട്ടും. ഓരോ മഴക്കാലത്തും ഈ പുഴയിലൂടെ ഒഴുകിപ്പോനാ ഇമാന്റെ എല്ലാം പിടി കിട്ടും. മുസാഫിന്റെ വയസ്സാവും. ആ ദിവസം ബാപ്പാന്റെ നിർമ്മിച്ചിട്ട് ആട്ടുകുട്ടില് നിന്നെ നിർമ്മിച്ചെടുക്കും. ഇനി പറ്റൂല, അതിന് പറ്റൂല. നീ വെട്ടിക്കൊല്ലാണ്. കിനാക്കളെ ചങ്ങലിക്കിട്ട് പൂച്ചോരെ കരുത്തോർത്തും അമർത്തിക്കാരെ ഈ പയ്യന്റെ പള്ളികള് നമ്മൾ എറിഞ്ഞു കളിക്കുന്ന നാളുകള് കടല് പോലെ നീണ്ടുണ്ടാവും. നോക്കിക്കോ, കടലിൽ തീ പോലേക്ക് തീ പിടിക്കും. തീ വെള്ളം കൂട്ടി തായ്മാരെ എരിഞ്ഞു വെക്കും.
മൂക്കിന്റെ ചുവട് ഇവിടെ തൊട്ട് That was test number 102.